ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ, നമുക്കൊരു ചൈനക്കാരനെ വിളവെടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഈ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വഴുതന തൈയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും നിറയെ കായ് പിടിക്കാനുമുള്ള ഒരു വളപ്രയോഗവും കൂടെ നമുക്ക് ചെയ്യാവേ. പോം. വഴുതനയുടെ വളപ്രയോഗം എന്ന് പറഞ്ഞാലേ, അവർ നമ്മൾ പാകി കിളിപ്പിച്ച് മാറ്റി നടുമല്ലോ. അങ്ങനെ മാറ്റി നട്ട് നല്ലോണം വളരാൻ തുടങ്ങും. അതായത് ചുവടൊക്കെ പിടിച്ച് വേരൊക്കെ പിടിച്ച് വളരാനായിട്ട് തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളം ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 2 ആഴ്ച ഇടവിട്ടും നമ്മൾ വളം ചെയ്ത് കൊടുക്കണം. അപ്പം എൻ്റെ വഴുതനയ്ക്ക് ഞാൻ സാധാരണ കൊടുക്കുന്ന ഒരു വളമാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ചാണകപ്പൊടിയുണ്ട്. അപ്പം ഏത് ചെടിയായാലും അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വളം എന്ന് പറയുന്നത് നൈട്രജനാണ്. എല്ലാത്തരം കമ്പോസ്റ്റ് വളങ്ങളും, അത് ചാണകപ്പൊടിയായാലും അതുപോലെ എല്ലാ ഇനം കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് ആയാലും കോഴിവളമായാലും അതിനകത്തെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത് നൈട്രജൻ അടങ്ങിയ വളമാണ്. അപ്പം അതിന് ഞാൻ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കൂട്ടുവളമാണ്. അത് നമ്മൾ മേടിക്കുന്ന വളമാണ്. അത് ഒരു പിടി അല്ല 2 പിടി ധാരാളം മതി. പിന്നെ ഇത് ഞാൻ ഇച്ചിരി മണ്ണിര കമ്പോസ്റ്റ് ഇതിൻ്റെ കൂടെ ഇരുന്നത് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഈ മണ്ണിര കമ്പോസ്റ്റ് ഇട്ടില്ലെങ്കിലും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ധാരാളം മതി. പിന്നെ വളരെ കുറച്ച് എല്ലുപൊടിയുണ്ട്. പിന്നെ ഇത് കുറച്ച് ചകിരിച്ചോറാണ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലവണ്ണം എല്ലാം കൂടെ കൂട്ടി ഇളക്കിയെടുക്കും. എന്നിട്ട് നമുക്ക് കാണാം. ആണ് നമ്മൾ മാറ്റി നട്ടത് ചൂട് പിടിച്ചു തുടങ്ങിയൊരു വഴുതനയാണ്. അപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെടിയുടെ ചൂട് നല്ലോണം ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെടിയുടെ ചൂട് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളുണ്ടാക്കിയ വളമുണ്ടല്ലോ, ഈ വളമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചകിരിച്ചോറൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളം ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങാനും തണ്ടയിലൊക്കെ മുട്ടിയാലും വളത്തിൻ്റെ ദോഷം വരരുത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് അരികു ചേർത്ത് ഒരു 1-2 പിടിയൊക്കെ ഇടാം. നമ്മളിതിനകത്ത് എടുത്തിരിക്കുന്നത് കൂടുതലും ചാണകപ്പൊടിയാണല്ലോ. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇത്രയും വളം കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ, ഏത് വളം നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ മേളിലോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണേ. എന്നാലേ ആ വളം പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ളതായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ അതിൻ്റെ ചുവട്ടിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുവാണേ. അപ്പോൾ 3 വശത്തും ഈ പാത്രത്തിന് ഓരോ പാത്രം മണ്ണിട്ട് കൊടുത്തു. കണ്ടോ? ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇതുപോലെ നമ്മൾ ഈ വളവിട്ട് മണ്ണിട്ട് മൂടുന്നത് ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഓരോ പിടി ഇങ്ങനെ കൂട്ടുവളം, നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്ത വളം ഉണ്ടല്ലോ, അത് ഓരോ പിടിയെങ്കിലും ഓരോ 15 ദിവസവും കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറി നേർപ്പിച്ചതാണ്. അത് ഇതേപോലെ ചെടിയുടെ ചുവട്ടിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. കണ്ടോ? അത് ഇതുപോലെ എല്ലാ ചെടികൾക്കും കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഒരു 2-3 ചുവട് വഴുതനയാണുള്ളത്. ഇതൊരു ചുവട്, അതൊരു ചുവട്. നല്ല വെയിലാണ്, ആ വെയിൽ കൊണ്ടാണ് ചെറിയൊരു വാട്ടം വന്നിരിക്കുന്നത്. ഇനി ബാക്ടീരിയൽ വാട്ടമാണ് എങ്കിൽ ബാക്ടീരിയൽ വാട്ടം വരാതിരിക്കാൻ നമ്മൾ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ ഈ ജൈവ സ്ലറി ഈ ചെടിക്കൊഴിച്ച് കൊടുക്കുകയില്ലേ, അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജൈവ സ്ലറിക്കകത്ത് 1 സ്പൂണ് സ്യൂഡോമോണാസും കൂടെ ഇട്ട് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു വാട്ടരോഗവും വരത്തില്ല. ഇഷ്ടം പോലെ പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ വഴുതനയ്ക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെ വഴുതന ചെടി പൂവിടുന്ന സമയത്ത് ഒരു പൂവ് പോലും കൊഴിഞ്ഞു പോകാതെ മുഴുവൻ പൂക്കളും കായ്കളായി മാറാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഇല്ലേ, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഫിഷ് അമിനോ ആസിഡ് ഒരു 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ഇലയിലും പൂവിലും തണ്ടിലും എല്ലാം വീഴത്തക്ക രീതിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പൂക്കൾ പോലും പൊഴിഞ്ഞു പോകാതെ നിറയെ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഇതിൻ്റെ വിളവെല്ലാം എടുത്തതിന് ശേഷം ഇപ്പം നിറയെ പൂവിട്ട് കണ്ട ഇതെല്ലാം ഓരോന്നും കായ്കളായി മാറാനുള്ള പൂക്കൾ കൊഴിഞ്ഞു പോയതാണ്. അപ്പം മിച്ചമുള്ള കുറച്ച് ജൈവ സ്ലറി കൂടെ ഞാൻ അതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വളമിടുന്നത് കാണിച്ചതാണേ. ഇത് നമ്മുടെ ഈ മുളപ്പിച്ചിരിക്കുന്ന ഉള്ളിയാണേ.
അപ്പോൾ ഇനി ഈ ഉള്ളി ഒരാഴ്ച കൂടെ കഴിയുമ്പം ഇതിന് വളം ചെയ്യണം. ഉള്ളിയുടെ ഒരു വിശദമായ വീഡിയോ ചില്ലി ജാസ്മിൻ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഉള്ളിയുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതറിയാനാണെങ്കിൽ ചില്ലി ജാസ്മിൻ ഉള്ളി കൃഷി എന്നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇനി ഇതിന് അടുത്ത പ്രാവശ്യം നമ്മൾ വളമിടുന്നതും കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. ഇനി നമുക്ക് ചൈനക്കാരനെ പറമ്പിൽ പോയി വിളവെടുക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു വയ്യാവേലി മാറ്റിയിട്ട് വേറൊരു വയ്യാവേലി കൊണ്ടുവരുവാന്ന് പറഞ്ഞില്ലേ, അതും കൂടെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാവേ. വയ്യാവേലിന്ന് ഞാൻ പറഞ്ഞ എന്നാണെന്നറിയോ, ഞാനിവിടെ ഉണ്ടായിരുന്ന നിത്യവഴുതനയൊക്കെ ടെറസിൽ നിന്ന് ഒഴിവാക്കി. കാരണം അത് അതേപോലെ ഇറുങ്ങി അടച്ച് വളരും, ഒട്ടും സൂര്യപ്രകാശം താഴത്തേക്ക് വിടുകയില്ല. താഴെ നിൽക്കുന്ന ചെടികൾക്കൊന്നും യാതൊരു സൂര്യപ്രകാശവും കിട്ടാതെ വളർച്ചയും കിട്ടാതെ വലയാണെങ്കിൽ കുനിച്ച് കളയും വെയിറ്റ് കൊണ്ട്. അതുകൊണ്ടാണ് ഞാനതിനെ ഒഴിവാക്കിയത്. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന ചതുരപ്പയറിൻ്റെ ഒരു പാക്കറ്റ് വിത്ത് ഇതിനകത്തോട്ട് ഇട്ടപ്പം അതെല്ലാം നല്ല സന്തോഷമായിട്ട് കിളുത്ത് ഇവിടെ ആർത്തു വന്നു. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലോട്ട് ഇതുപോലത്തെ വലയെ കെട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പം എൻ്റെ വിചാരം അങ്ങനെ സൈഡിലോട്ട് കൊടുത്താൽ ഇവന്മാർ അതേലൊന്നും പടർന്ന് നിൽക്കത്തില്ലായിരിക്കും. അപ്പം ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ ഞാൻ വല കെട്ടിയിട്ടില്ലാത്തൊരു സ്ഥലമാണേ. അതിനി വെറുതെ അത് ഒരു കോടാലിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും വേണ്ടുവല്ല, ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു വയ്യാവേലി മാറ്റിയിട്ട് ഇത് അതിനേക്കാൾ ശല്യമാണ്. ഇത് ചതുരപ്പയർ വളർത്തുന്നവർക്കറിയാം, ചതുരപ്പയർ വളർന്ന് കയറുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഇറുങ്ങി വളരെ ഇഷ്ടം പോലെ ഉണ്ടാകുകയൊക്കെ ചെയ്യും. ഇതിനെ പക്ഷേ നമുക്കൊരു വല്ലപ്പോഴും ഒരെണ്ണം കിട്ടുമല്ലോ. ഇനി എങ്ങനെ കളയും, കണ്ടമാനം വളർന്നിട്ടുണ്ട്, കായ്ക്കാറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇവിടെ കെട്ടണം എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ വയ്യാവേലി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയി ചൈനക്കാരനെ വിളവെടുക്കാം. ചൈനീസ് കാബേജാണേ. മഴക്കാലത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനിയാണല്ലോ. ഈ എന്ത് ജൈവ കീടനാശിനി കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മളിത് അടിച്ചേച്ച് പോകും. ഉടനെ മഴ പെയ്താൽ അടിച്ചതിൻ്റെ യാതൊരു ഗുണവും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ കീടങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇങ്ങനെ കാബേജ് പോലെയുള്ള ചെടികളൊക്കെ വളർത്തുമ്പം എന്താണ് ചെയ്യേണ്ടത് കീടങ്ങളെ ഒഴിവാക്കാനെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അപ്പം ഞാൻ ഇതൊന്ന് വിളവെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ഈ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അകത്ത് ഇല കൂടി തുടങ്ങിയിട്ടുണ്ടോ എന്ന് കേട്ടോ. നല്ല പുഴുശല്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടും അല്ലെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചല്ല ഞാനിത് മുറിക്കുന്നത്. നമുക്കിതൊന്ന് കാണാമല്ലോ. അയ്യോ, എൻ്റെ കറിക്കെത്തിയാലെ ചെളിയെല്ലാം അതിലോട്ട് പിടിച്ചു കണ്ടോ. നല്ല സൂപ്പർ സാധനം കേട്ടോ. മണ്ണ് കളഞ്ഞ് കഴുകിയെടുത്താൽ മതി. നല്ല അടുക്കടുക്കായിട്ട് ഇല പോയിരിക്കുന്ന കണ്ടോ. ഇതിനകത്ത് കണ്ടോ, ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ചൈനീസ് കാബേജിൻ്റെ വിത്തായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചെമ്പരത്തി വരിക്കയുടെ പ്ലാവാണേ. അപ്പോൾ ഇതേന്ന് നമ്മൾ ചക്ക പറിച്ച് പഴം കാണിച്ചപ്പോഴും ഇത് പറിച്ചിട്ട് നമ്മൾ വേവിച്ചു. പക്ഷേ ചെമ്പരത്തി വരിക്ക ഒരിക്കലും വേവിക്കാൻ നോക്കണ്ട. വേവിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റൊക്കെയാണ്. പക്ഷേ എത്ര നമ്മൾ മഞ്ഞളും മുളകും ഒക്കെ അരച്ചെന്ന് പറഞ്ഞാലും ഇത് നല്ല ഓറഞ്ച് കളറിലിരിക്കും വേവിച്ചാലും. പഴമാണെങ്കിൽ പിന്നെ അതിൻ്റെ ഭംഗി പറയാനില്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ടേസ്റ്റാണ്, സൂപ്പറാണ് കേട്ടോ ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്ന പ്ലാവ്. ഇഷ്ടംപോലെ ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇത് ആദ്യമായിട്ട് കായ്ച്ചത്. ഉണ്ടായിട്ടുണ്ട്, ഇനി ഇതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതല്ല. ഇതേലേ നമ്മൾ നമ്മുടെ ഒരു ചൗ കിളിപ്പിച്ചിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറ്റി വിട്ടതൊന്നുമല്ല, അവന്മാർ കയറിപ്പോയതാണ്. അപ്പോൾ ഇതേൽ ചൗ ഉണ്ടായിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിലൊന്നും കാണാൻ പറ്റത്തില്ല, ഈ പ്ലാവിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ തോട്ടി കെട്ടി അത് വിളവെടുത്തതിന് ശേഷം കാണിക്കും. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന സൗകര്യത്തിലല്ല നിൽക്കുന്നത്. 1-2 എണ്ണം നമുക്ക് വിളവെടുക്കാവേ. ഇപ്പോഴേ എനിക്ക് പറിക്കാൻ പറ്റുള്ളൂ, അല്ലെ നമുക്ക് ശിവത്തിനെ കൊണ്ട് പറിപ്പിക്കേണ്ടി വരും. നോക്കട്ടെ, ശിവ നീ ഒന്ന് പറിച്ചു തരാമോടാ. കണ്ടോ, കിട്ടിയോടാ? ഓ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എടുത്ത് കാണിക്കാവേ. കാണിച്ചേ. യോ ഇതേ ചൗ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞാലുവേ, ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഇതുപോലത്തെ സാധനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം കേട്ടോ. ഇതിപ്പോൾ നമ്മളിതേ ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. ഇത് തണുപ്പുള്ള വയനാട്, പത്തനംതിട്ട ഒക്കെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അല്ലെ മൂന്നാറിലൊക്കെ ഉണ്ടാകുമായിരിക്കും. കോട്ടയത്തെ ഈ നട്ടവെയിലിൽ ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കണ്ടോ, ഒരെണ്ണം കിട്ടി. ഇനി അപ്പുറത്ത് ഒരെണ്ണം കൂടെ കിടക്കുന്നുണ്ട്, കാണാൻ ദാണ്ട് കിടക്കുന്നു. നോക്കി ഒരെണ്ണം കണ്ടോ, കാണോ? എണ്ണം കൂടി ഇവിടെ കാണാനുണ്ട്. നോക്കട്ടെ, ഒരെണ്ണം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. ദേ നല്ല കിടുക്കാച്ചി കേട്ടോ, പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ദേ കണ്ടോ, നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ സാധനം കേട്ടോ, സൂപ്പർ സാധനം.
ഇനി ഉണ്ട് ഒരെണ്ണം കൂടെ എനിക്ക് കാണുന്നിടത്ത് കണ്ടുവച്ചിട്ട് നോക്കിയാലും പിന്നെ കാണുകയില്ല. അങ്ങനെ ദേ 3 ചൈനക്കാരനെ കൂടെ പറിച്ചിട്ടുണ്ട്. ഇന്ന് മൊത്തം ചൈനയാണ്. ചൈനക്കാരൻ ചൗചൗവും ചൈനക്കാരൻ കാബേജും കണ്ടോ. ഇനി ഇത് നമ്മൾക്ക് എപ്പോഴും ഈ വെള്ളരിക്ക വെക്കുന്ന പോലെ പുളിങ്കറി വെക്കാനാണ് നല്ലതേ. അതിന് നമുക്ക് 2 സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ, പറിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ പുളിങ്കറി വെക്കാനായിട്ട് സ്റ്റാർ ഫ്രൂട്ടും പറിച്ചിട്ടുണ്ട്. അപ്പം ചൈനക്കാരന്മാരെ 2 പേരെ വിളവെടുത്തു. ഇനി നമുക്കതിന് പുളി ചേർക്കാനുള്ള സാധനമായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണേ. ഇതുകൊണ്ട് പെട്ടെന്ന് കറി വെച്ചിട്ട് ചോറിനട്ടെ കേട്ടോ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.